നമ്മളിന്ന് പ്ലാൻ നമ്പർ 3 പറയുന്നത്. ഏകദേശം ഒരു 1850 സ്ക്വയർ ഫീറ്റിലെ വീടാണ് വരുന്നത്. ഇത് പ്ലോട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ചാലക്കുടിയാണ്. നമുക്ക് ലാൻഡ് ഏരിയ വരുന്നത് 5 സെന്റാണ്. പക്ഷേ പ്ലോട്ടിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നീളത്തിലാണ് പ്ലോട്ട്. നമുക്ക് സൗത്ത് വെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് പ്ലോട്ട് ഇരിക്കുന്നത്. ഈ ഒരു പ്ലോട്ടിൽ നമുക്ക് മാക്സിമം ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 950 സ്ക്വയർ ഫീറ്റ് നമുക്ക് ബിൽഡപ്പ് ഏരിയ ആയിട്ട് കിട്ടുന്നുള്ളൂ സെറ്റ് ബാക്ക് കഴിയുമ്പോൾ. അപ്പോൾ ക്ലയന്റിന്റെ റിക്വയർമെന്റ് 4 BHK ആയിരുന്നു. നമുക്കൊരു 2000 സ്ക്വയർ ഫീറ്റ് ആണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അത്ര കിട്ടണില്ല. വാസ്തുപ്രകാരം സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്ക് ഗേറ്റ് കൊടുക്കാനും പറ്റാത്തതുകൊണ്ട്, അവിടെ ആക്സസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സൗത്ത് ഈസ്റ്റ് കോർണറിൽ അതിന്റെ ആക്സസ് കൊടുത്തു. അവിടെ 2 കാറ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ കയറി വന്ന് സിറ്റ് ഔട്ടിലേക്ക്. ചെറിയ വീടാണ്, നമുക്ക് കുറഞ്ഞ ഏരിയ ഉള്ളൂ. വലിയൊരു ഹോൾ, അതായത് ഒരു ലിവിങ് സ്പേസ് നല്ല സ്പേഷ്യസ് ആയിട്ട് കൊടുത്തു. നമുക്ക് ലിവിംഗിൽ നിന്ന് നേരെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നല്ല സൈസിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് റൈറ്റിലേക്ക് നമുക്കൊരു പ്രെയർ ഏരിയ ഉണ്ട്. അവിടെ തന്നെ നമുക്കൊരു ബേ സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡൈനിങ് ഏരിയ, പിന്നെ കിച്ചൺ, യൂട്ടിലിറ്റി സ്പേസ് ഒക്കെ നമുക്ക് പുറത്തോട്ടായിട്ടൊരു സ്പേസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഒരു ബിൽഡപ്പ് ഏരിയ ഒഴിവാക്കിയിട്ട് മിനിമം സെറ്റ് ബാക്കിന്റെ ഏരിയ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂം, ഒരു ചെറിയ ബെഡ്റൂമാണ്, 10x10 സൈസിലെ ബെഡ്റൂമാണ്. ഡൈനിങ് എന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയ അപ്പർ ലിവിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആ അപ്പർ ലിവിംഗിന് വലിയൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ പോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിന് നേരെ മുകളിലുള്ള ബെഡ്റൂമിൽ നമുക്കൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എലിവേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. താഴത്തെ ഗസ്റ്റ് ബെഡ്റൂമിന് മുകളിൽ തന്നെ മുകളിലൊരു ബെഡ്റൂം കൂടി കൊടുത്തു. ഇതിന്റെ ഒരു ടോട്ടൽ ഏരിയ വന്നിരിക്കുന്നത് 1850 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത് ആവറേജ് ഒരു 45 to 47 ലാക്ക് ആയിരിക്കും ആവറേജ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരിക. ഇതിന്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്യൂച്ചർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ട്രഡീഷണൽ എലമെന്റുകൾ ആഡ് ചെയ്ത് റൂഫിങ്ങിലൊക്കെ, അതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് ക്ലാഡിംഗ് സ്റ്റോണിന്റെയും എല്ലാ ഒരു മോഡൽ എലമെന്റുകളും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ ഡിസൈനാണ് നമുക്ക് എക്സ്റ്റീരിയറിനകത്ത് വന്നിരിക്കുന്നത്. അടുത്ത പ്ലാന് ഏതാണ് വേണ്ടതെന്നുള്ളത് ഇപ്പം ഒരു 4 എലിവേഷൻസ് കാണിക്കുന്നുണ്ട്. ABCD കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന ഒരു വീടിന്റെ പ്ലാൻ ആയിരിക്കും അടുത്ത ഒരു പ്ലാനായിട്ട് ഞങ്ങൾക്ക് വരിക. പ്ലാൻ നമ്പർ 4 ആയിട്ട് വരിക.